ഭവന നിർമ്മാണത്തിനും ആരോഗ്യമേഖലയ്ക്കും മുൻഗണന നൽകി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 18.60 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്കായി 1.17 കോടി രൂപ വകയിരുത്തി. ഭവന നിർമ്മാണത്തിനും ആരോഗ്യമേഖലയ്ക്കും മുൻഗണന നൽകിയാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 18.60 കോടി രൂപ വരവും 18.04 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഗീതാകുമാരി അവതരിപ്പിച്ചത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷ സംസ്ഥാന വിഹിതമായി അനുവദിച്ചിട്ടുള്ള വികസന ഫണ്ട് പൊതുവിഭാഗത്തിന്റെ വിഹിതമായ 4,88,09,000 രൂപയും പട്ടികജാതി വിഭാഗം വികസന ഫണ്ടായി 1,72,60,000 രൂപയും പട്ടികവർഗ ഉപപദ്ധതിക്കായി 85,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ 1,01,31,000 രൂപയും ധനകാര്യ കമ്മീഷൻ ബേസിക് ഗ്രാന്റിൽ പ്രതീക്ഷിക്കുന്ന 64,24,000 രൂപയും ധനകാര്യ കമ്മീഷൻ ടൈഡ് ഗ്രാന്റ് ഫണ്ടിനത്തിൽ പ്രതീക്ഷിക്കുന്ന 96,36,000 രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതികൾക്കായി 1.17 കോടി രൂപയും കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ എന്നിവർക്കായി 56 ലക്ഷം രൂപയും വയോജന സംരക്ഷണത്തിനായി 28 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് 25 ലക്ഷവും ജെൻഡർ പാർക്ക് നിർമ്മാണത്തിന് 10 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനായി FHCയിൽ ഡയാലിസിസ് യൂണിറ്റ്, പട്ടികജാതി വികസന പദ്ധതികൾ, കൃഷി, ദാരിദ്ര്യ ലഘൂകരണം തുടങ്ങിയ പദ്ധതികൾക്കും തുക മാറ്റിവെച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണേൽ, ശരണ്യ, അരുൺ, KS പുരം സുധീർ, ഉല്ലാസ്, ലിജു, കബീർ എൻസൈൻ, രേഖ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്ത് താഴെ കിടക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായി ലൈഫ് പദ്ധതിയും ഉൽപ്പാദനമേഖല കാർഷിക കേന്ദ്രമായ ഓച്ചിറ ഉൽപ്പാദന മേഖലയിൽ കാർഷിക ഇതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ടുകൾ വയ്ക്കുകയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഏറെ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.